ഹരേ കൃഷ്ണ. ഏവർക്കും എൻ്റെ ബ്ലൂ കൃഷ്ണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ചിലപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ടോ ഇതേപോലെ ഞാൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത്, എന്തിനാണ് ഇത്ര ദുഃഖങ്ങൾ അനുഭവിക്കുന്നതെന്ന്? ചിലർ ചിന്തിച്ച് നോക്കാം. അവർ നല്ലൊരു മനുഷ്യനായിരിക്കും, നല്ല പ്രവൃത്തിയിൽ ഈടുപെടുകയായിരിക്കും, മറ്റുള്ളവർക്ക് ഒരു ഒരു ദുഷ്ടതയും വിചാരിക്കാത്ത ആൾക്കാരായിരിക്കും. പക്ഷേ അവർക്കായിരിക്കും ഒരുപാട് കഷ്ടതകളും ദാരിദ്ര്യം, സാമ്പത്തികമായ ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടാകും അല്ലേ? ചിലവർ ഒരുപാട് കഷ്ടപ്പാട് പെടുമ്പോൾ അവർ ചിലവർ ജാതകങ്ങളൊക്കെ ജാതകത്തിൽ വിശ്വാസമുള്ളവരൊക്കെ ജാതകങ്ങളൊക്കെ പോയി നോക്കും. അപ്പോൾ അവർ ജ്യോതിഷൻ ഇതേപോലെ പറയും, നിങ്ങൾക്ക് ഇതേപോലെ ദോഷങ്ങളുണ്ട്, നിങ്ങൾ പരിഹാരം ചെയ്യണം, അത് കാരണം കൊണ്ടാണ് ഇത്ര കഷ്ടപ്പാടുകളൊക്കെ വരുന്നത് എന്ന്. അവർ വിചാരിക്കും ഇങ്ങനെ ചില ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകും. ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇതേപോലെ എന്താണ് സർപ്പദോഷങ്ങൾ ഉണ്ടാകാം, ഇല്ലെങ്കിൽ എന്താണ് സ്ത്രീ ശാപം ഉണ്ടാകാം, അങ്ങനെ കുറേ ദോഷങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർ വിചാരിക്കാം ഞാൻ എന്താണ് എന്ത് കാരണം കൊണ്ടാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇതുവരെ ഒരുത്തരെയും ഞാൻ ദ്രോഹിച്ചിട്ടില്ല, ഒരു ഒരു മൃഗങ്ങളെയും ജീവികളെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഈ ദോഷങ്ങളൊക്കെ വരുന്നതെന്ന് അവർ ആലോചിക്കാം. നമുക്ക് ഒരു കാര്യത്തിൽ നല്ല ഉറപ്പാണ്, നമ്മൾ പുണ്യപ്രവർത്തനങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് പുണ്യം കിട്ടും. അതേപോലെ തന്നെ നമ്മൾ പാവപ്രവർത്തനങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് പാപം കിട്ടുമെന്ന് നമുക്ക് അറിയാം. അതിനെ നമ്മൾ പറയുന്നതാണ് കർമ്മ എന്ന് നമ്മൾ പറയും. നമ്മൾ എന്ത് ചെയ്യുന്നു അത് എന്തായാലും നമുക്ക് തിരിച്ചു കിട്ടും അല്ലേ? അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ വരുന്നത് എന്ത് കാരണം കൊണ്ടും പറഞ്ഞാൽ അത് നമ്മളുടെ മുൻജന്മ കർമ്മമാണ്. നമ്മൾ മുൻജന്മത്തിൽ നമ്മൾ എന്ത് പാപങ്ങളാണോ ചെയ്തിരിക്കുന്നത്, അല്ലെ എന്ത് പുണ്യപ്രവർത്തനങ്ങളാണോ ചെയ്തിരിക്കുന്നത്, അതായിരിക്കും ഈ ജന്മത്തിൽ നമ്മൾക്ക് കിട്ടുക. അപ്പോൾ എന്തായാലും നമ്മൾക്ക് പുനർജന്മമുണ്ട്. ഞാൻ അതിന് ഇപ്പോൾ റീസെൻ്റായിട്ട് പുനർജന്മത്തിൻ്റെ ഈ കുറേ എവിഡൻസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ ഇത് നമ്മുടെ ഗാന്ധിജിയും കൂടി ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട്. ശാന്താദേവിയും പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഇതേപോലെ പുനർജനിച്ചു. അവർക്ക് ഒരു 12-13 വയസ്സിൽ എല്ലാം ഓർമ്മ വരാൻ തുടങ്ങി. എനിക്ക് ഇന്ന സ്ഥലത്തായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്, ഇവരാണ് എൻ്റെ ഭർത്താവ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ സ്ത്രീ പറയാൻ തുടങ്ങി. ചെറിയ കുട്ടി പറയാൻ തുടങ്ങി, ഞാൻ ഇന്ന രാജ്യത്താണ് ഞാൻ ജീവിച്ചിരുന്നത് എന്ന കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഈ ബുക്കിൻ്റെ അതിൻ്റെ ലിങ്ക് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം, അത് നിങ്ങൾ നോക്കിക്കോളൂ. അതേപോലെ തന്നെ അന്യരാജ്യത്തിലും ഇതേപോലെ ഒരു കുട്ടി, എത്ര 9 വയസ്സ് 8 വയസ്സ് എന്താ ആകുന്നുള്ളൂ, പുള്ളി ഇതേപോലെ ഒരു എയറോപ്ലെയിൻ അപകടത്തിൽ മരിച്ചാണ്. അത് നോക്കുമ്പോൾ ഈ കുട്ടി ഇതേപോലെ ഞാനൊരു പൈലറ്റ് ആയിരുന്നു, ഈ കുട്ടി മറ്റേ ഹെലികോപ്റ്റർ എയറോപ്ലെയിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ തുടങ്ങി, ഓർമ്മ വന്നിട്ട്, പുനർജന്മം ഓർമ്മ വന്നിട്ട്. അതിൻ്റെയും ഞാൻ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഈ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നോക്കിക്കോളൂ. അപ്പോൾ എന്തായാലും നമ്മൾക്ക് പുനർജന്മം ഉണ്ട് അല്ലേ? പുനർജന്മം എന്താ പറയുക, അപ്പോൾ പുനർജന്മം പറഞ്ഞപ്പോൾ സത്യത്തിൽ നമ്മൾ എന്താണ് മരിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്നത് നമ്മൾ യഥാർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാവാണ്. ആത്മാ എപ്പോഴും ശാശ്വതമാണ്. നമ്മുടെ ശരീരമാണ് നമുക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുണ്യപാപ കർമ്മങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് ഓരോരോ ജന്മം കിട്ടുന്നത്. ഭഗവത്ഗീതയിൽ കൊടുത്തിട്ടുണ്ട്. ഭഗവത്ഗീത 2-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, വംസാസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹണാതി നരോഭരാണി തഥാ ശരീരാണി വിഹായ ജീർണോ നിർഞ്ഞാനി സംയാതി നവാനി തേഹി. പഴയ ഉടുപ്പുകൾ മാറ്റി പുതിയവ എടുത്തണിയുന്നതുപോലെ ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ആത്മാ ഒരേപോലെയാണ്. അതാണ് നമ്മുടെ ശരീരമാണ് നമ്മുടെ പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങൾക്കനുസരിച്ച് നമുക്ക് പുനർജന്മം കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഈ ജന്മങ്ങളും ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ടതിൽ കാര്യമില്ല, കാരണം എല്ലാത്തിനും ഞാൻ തന്നെയാണ് കാരണം. ഞാൻ ഇപ്പോൾ കഷ്ടത അനുഭവിക്കുകയാണെങ്കിലും അതിന് ഞാൻ തന്നെയാണ് കാരണം. കാരണം എൻ്റെ പ്രവർത്തികൾ അനുസരിച്ചായിരിക്കും നമ്മുടെ റിസൾട്ടും. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ കഷ്ടത അനുഭവിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ തന്നെ കാരണം. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം എല്ലാവിടെയും കുറേ മോഡേൺ എഡ്യൂക്കേഷനും അങ്ങനെ കുറേ തരത്തിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ വിദ്യ, അത് ബാക്കി എല്ലാ വിദ്യകളും എഡ്യൂക്കേഷനും എല്ലാം താൽക്കാലികമാണ്. യഥാർത്ഥ വിദ്യ എന്താണെന്ന് പറയുന്നത് ആത്മജ്ഞാനം, ആത്മാവിനെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് യഥാർത്ഥ വിദ്യ. നമ്മുടെ ഉന്നത ലക്ഷ്യം എന്താണ്, ഈ ജന്മമൃത്യു ജരാവ്യാധി എന്താണ്, ഇത് 4 നമ്മൾ എങ്ങനെ മറികടക്കാം എന്നുള്ള വിദ്യയാണ് യഥാർത്ഥ വിദ്യ. കാരണം നമ്മൾ ശാശ്വതമായുള്ള വിദ്യയല്ലേ വിദ്യ എന്ന് പറയുക. ബാക്കി താൽക്കാലികമുള്ള വിദ്യനെ നമ്മൾ എന്താ പറയുക, അവിദ്യ എന്ന് പറയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതെല്ലാം തന്നെ അവിദ്യകളാണ്. യഥാർത്ഥ വിദ്യകളെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ശാസ്ത്രങ്ങൾ പഠിക്കണം. ഭഗവാൻ പറയുന്നുണ്ട്. കാരണം ഭഗവത്ഗീതയിൽ 15-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, സർവസ്യചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനം അപോഹനം ച വേദേശ്ച സർവൈഹം ഏവ വേദ്യോ വേദാന്തകൃത് വേദവിദ് ഏവ ചാഹം. കാരണം എല്ലാ വേദങ്ങളും എല്ലാ ശാസ്ത്രങ്ങളും അറിയുന്നത്, വേദങ്ങളും എല്ലാ ശാസ്ത്രങ്ങളും ഞാനാണ്, എന്നിലാണ് ഉണ്ടായത്. അതെല്ലാം അറിയുന്നത് എന്നെ തന്നെയാണ്, ഭഗവാനെ തന്നെയാണ്. അതെല്ലാം അറിയാൻ വേണ്ടി
ഉള്ളത്. അത് എന്തായാലും ഒരാൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. പക്ഷെ കാരണം നമ്മൾ ഇവിടുന്ന് ഈ ഭൗതികമായിട്ട് നമ്മൾ സൊല്യൂഷൻ ഇങ്ങനെ തേടിക്കൊണ്ടേ ഇരിക്കുന്തോറും അത്രത്തോളം നമുക്ക് കഷ്ടപ്പാടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്ക് സന്തോഷവും കഷ്ടപ്പാടും നോക്കുമ്പോൾ രണ്ടും ഇവിടെയുണ്ട്. പക്ഷേ എപ്പോഴും സന്തോഷമായി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം ഈ ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇത് ദുഃഖാലയം ശശാശ്വതം, ഇത് ദുഃഖാലയമാണ്, ഇവിടെ സന്തോഷം എന്ന് തീർച്ചയായിട്ടും ഇല്ല. അത് ഭഗവാൻ നേരത്തെ തന്നെ അത് നമ്മൾ യാതൊരുവൻ നമ്മൾ മനസ്സിലാക്കണം. ഈ സന്തോഷങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്, ഈ സന്തോഷങ്ങൾ ഈ ദുഃഖങ്ങളൊക്കെ വരുന്നത് കാലാവസ്ഥകൾ പോലെയാണത്. കാരണം ഈ ഇപ്പോൾ എന്താണ് മഴക്കാലം വരും, മഞ്ഞുകാലം വരും എന്ന രീതി പോലെയാണ് നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും വരുന്നത്. അതിനെ നമ്മൾ മനസ്സിലാക്കി അതിനെ സഹിക്കാൻ പഠിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇതെല്ലാം തന്നെ താൽക്കാലികമാണ് എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള സൊല്യൂഷൻ കിട്ടുക. നമുക്ക് അപ്പോഴായിരിക്കും സന്തോഷവും സമാധാനവും കൈവരിക. ഭഗവാൻ ഈശോപനിഷത്തിൽ പറയുന്നുണ്ട്, ഈശാവാസ്യം ഇതം സർവം, എല്ലാം ഭഗവാൻ, ഈ ലോകം ഫുള്ളും ഭഗവാനാണ് ഉടമസ്ഥ. അത് ഏതൊരുവൻ കൃത്യമായി മനസ്സിലാക്കുന്നവോ അവർക്കായിരിക്കും സന്തോഷവും സമാധാനവും കൈവരിക. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, എല്ലാവരും കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, തീർച്ചയായിട്ടും നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ തന്നെയാണ്, ഞാൻ തന്നെയാണ്. നമ്മൾക്ക് ഈ കർമ്മങ്ങൾ, ഈ പാപം പുണ്യം കർമ്മങ്ങൾ അനുസരിച്ചാണ് നമുക്ക് കഷ്ടതകളും സന്തോഷങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കാരണം നമ്മുടെ നമ്മൾ ബാങ്ക് ബാലൻസ് പോലെ ദിവസം തോറും നമ്മൾ ചേർത്ത് വെച്ച് കൊണ്ടേ പോവുകയാണ്. ചിലപ്പോൾ ഈ ജന്മത്തിൽ ചിലവർ കഷ്ടത അനുഭവിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അടുത്ത ജന്മത്തിലും ഇതേപോലെ പെട്ടെന്ന് കഷ്ടത അനുഭവിക്കും. അത് എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ കഷ്ടത അനുഭവിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കാതെ നമ്മൾ കഷ്ടതകളൊക്കെ അനുഭവിച്ച് കൊണ്ടുപോകും. നമുക്ക് അറിവില്ലായ്മ കാരണം കൊണ്ടാണ്, അതിനുള്ള ജ്ഞാനമില്ല നമുക്ക് തിരിച്ചറിയാൻ. പിന്നെ നമ്മൾ കുറേ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. ചിലവർ കഷ്ടതകൾ അനുഭവിക്കും, അത് മറ്റുള്ളവരെ കുറ്റം പറയും, ചിലപ്പോൾ ദൈവങ്ങളുടെ കുറ്റം പറയും. പക്ഷേ നമ്മൾ ഈ യഥാർത്ഥ ജ്ഞാനം കൈവരികയാണെങ്കിൽ അത് ഒരു ഗുരുവിൻ്റെ കൃപ കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഒരു ഗുരുവിൻ്റെ കൃപ. അപ്പോൾ നമ്മൾ യഥാർത്ഥ ഗുരുവിനെ നമ്മൾ സമർപ്പിക്കണം. നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കണം. കാരണം ഈ മോഡേൺ എഡ്യൂക്കേഷൻ തന്നെ ഇതൊന്നും തന്നെ പറഞ്ഞു തരില്ല. മോഡേൺ എഡ്യൂക്കേഷൻ വന്നിട്ട് താൽക്കാലികമാണ് എല്ലാം തന്നെ. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം എന്താ പറഞ്ഞാൽ, ഞാൻ ആരാണ്, ആത്മാവിനെ കുറിച്ച് മോഡേൺ എഡ്യൂക്കേഷൻ പറഞ്ഞു തരില്ല. പിന്നെ ജന്മമൃത്യു ജരാവ്യാധി, നമ്മൾ ജനിക്കുന്നു, മരിക്കുന്നു, വയസ്സാകുന്നു, അസുഖങ്ങൾ ബാധിക്കുന്നു. ഇതിനുള്ള ഒരു പെർമനൻറ്റ് സൊല്യൂഷനും ഇല്ല, അതിനെക്കുറിച്ച് പറഞ്ഞും തരില്ല. മരണത്തെക്കുറിച്ചും പറഞ്ഞില്ല, മരണത്തിന് ശേഷം എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ എന്താണ്, അപ്പോൾ എഡ്യൂക്കേഷൻ എന്താ പറയുക? എന്തായാലും നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ മരിക്കും, അതിപ്പോൾ താൽക്കാലികം തന്നെ. നമ്മൾ യഥാർത്ഥ വിദ്യ എന്ന് പറയുന്നത് ആത്മജ്ഞാനമാണ്. നമ്മൾ ആത്മാവിനെ മനസ്സിലാക്കണം. നമ്മൾ എന്ത് കാരണം കൊണ്ടാണ് ഇത്ര കഷ്ടത അനുഭവിക്കുന്നത്. അപ്പോൾ അത്രയും നമ്മൾ ബാങ്ക് ബാലൻസ് പോലെ നമ്മൾ ചേർത്തി വെച്ചിരിക്കുകയാണ്. ഈ കർമ്മങ്ങൾ എങ്ങനെ നമ്മൾ മറികടക്കാം, എങ്ങനെ ഇല്ലാതാക്കാം, അതിന് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്, ആചാര്യന്മാർ പറയുന്നുണ്ട്. ഭഗവത് സേവനത്തിൽ ഈടുപെടണം, ഹരിനാമം ജപിക്കണം. നമ്മൾ എത്രത്തോളം ഹരിയെ മനസ്സിലാക്കുന്നു, എത്രത്തോളം ഭഗവത് സേവനത്തിൽ ഈടുപെടുന്നു, എത്രത്തോളം ഹരിനാമം നമ്മൾ ജപിക്കുന്നു, നമ്മുടെ കർമ്മങ്ങൾ തന്നെ ഇല്ലാതാകും. വലിയ വലിയ ആചാര്യന്മാർ പറയുന്നുണ്ട്, ഭഗവാനാണ് യഥാർത്ഥ ലക്ഷ്യം, ഭഗവാനാണ് പരിപൂർണ്ണൻ, ഭഗവാൻ തന്നെയാണ് എല്ലാം. ആചാര്യന്മാർ ശങ്കരാചാര്യർ പറയുന്നുണ്ട്, മധ്വാചാര്യർ പറയുന്നുണ്ട്, രാമാനുജാചാര്യർ പറയുന്നുണ്ട്, വല്ലഭസ്വാമികൾ പറയുന്നുണ്ട്. ഈ തൽക്കാലം നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങളിലൊക്കെ നമ്മൾ തേടി പോകുന്നുണ്ട്. പക്ഷേ ഈ സന്തോഷങ്ങളൊക്കെ വെറും താൽക്കാലികമാണ്. നമ്മൾ എത്രത്തോളം ഭഗവാനെ മനസ്സിലാക്കി, എത്രത്തോളം ഭഗവാനെ ശ്രവിച്ച് ഭഗവാന്റെ ലീലകളും ഭഗവത് സേവനത്തിൽ ഈടുപെടുന്നു, അത്രത്തോളം നമ്മുടെ കർമ്മങ്ങൾ കമ്മിയാകും. അപ്പോൾ നമുക്ക് യഥാർത്ഥ സന്തോഷം എന്താണ് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ യഥാർത്ഥ സമാധാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഹരേ കൃഷ്ണ.